ഈ സിനിമയിൽ നിന്ന് കണ്ട ഒരു ഡയലോഗാണ് ആദ്യം പറയുന്നത്. ബേഗ് ഖോലിയന എന്നാണ് സിനിമയിൽ പറയുന്നത്. ബേഗ് ഖോലോ. കുറേ കുട്ടികൾ ഒരാളടുത്ത് പോയിട്ട് ഗൾഫിൽ നിന്ന് വരുന്ന ഒരാളടുത്ത് ഒന്ന് പെട്ടി തുറക്ക് എന്നാണ് പറയുന്നത്. ബേഗ് ഖോലിയന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാഗ് ഖോലിയന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടി തുറക്കോ, ബാഗ് തന്നെ, ഖോലിയന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറക്കൂ എന്നുള്ളത് നല്ല റെസ്പെക്റ്റിൽ പറയുകയാണ്. ഇനിയിപ്പം നമ്മളിപ്പം വേറൊരു ഖോലിയന എന്നുള്ള റെസ്പെക്റ്റാണ്, അല്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ ബേഗ് ഖോലോ. ഇപ്പോൾ കസ്റ്റംസ് ഓഫീസറാണെന്നുണ്ടെങ്കിൽ ആരെ ബാഗ് ഖോലോ, തുമാരെ ബാഗ് ഖോലോ, നിൻ്റെ ബാഗ് ഒന്ന് തുറക്ക്, ബാഗ് ഖോലോ. അതിപ്പോൾ റെസ്പെക്റ്റ് അല്ല, ഒരു ശബ്ദം കുറച്ചിട്ട് പറഞ്ഞാലും ബാഗ് ഖോലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പം ബാഗ് ഖോലോ എന്ന് പറയുക, ബാഗ് ഖോലിയന എന്ന് പറയുക. അന്നേരം അയാളെ മറുപടിയാണ് ഇത്, തോടി ദേർമേ ആന. തോടി ധേർമേ ആന, കുറച്ച് കഴിഞ്ഞ്, തോടി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ്, നേരം, തോടി ദേർമേ ആന, കുറച്ച് കഴിഞ്ഞ് വാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തോടി ദേർമ ആന, കുറച്ച് കഴിഞ്ഞ് വാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തോടി ദേർ കെ ബാദ് ആജാന, തോടി ദേർ കെ ബാദ് ആജാവോ, തോടി ദേർ കെ ബാദ്, അല്ലേ തോടി ദേർ കെ ബാദ് ആജാവോ, അല്ലേ തോടി ദേർ കെ ബാദ്, സിർഫ് തോടി ദേർ കെ ബാദ്, അങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ഇത് സിനിമയിൽ കണ്ട ഡയലോഗ് മാത്രം അതിനെ കൊണ്ടാണ് അത് മാത്രം നോട്ട് ചെയ്തത്. തോടി ദേർമേ ആന. നമ്മൾ ഇത്രയും പഴയ വീഡിയോസൊക്കെ കണ്ട സ്ഥിതിക്ക് ചില സമയത്ത് തോടി ദേർമേ ആജാവോ, തോടി ദേർ കെ ബാദ് ആജാവോ ബൈ, അങ്ങനെയൊക്കെ പറയാം കേട്ടോ. ഒന്നുകൊണ്ടും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല.